കണ്ണൂരിൽ ഡോക്ടറെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്ത് പണം തട്ടിയ പ്രതി പിടിയിലായി. ലുധിയാന സ്വദേശി ജീവൻ റാം ആണ് പിടിയിലായത്. പഞ്ചാബിൽ നിന്നും സാഹസികമായാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. വനിതാ ഡോക്ടറുടെ 10.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. ബിജീഷ് ഗോവിന്ദനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ കണ്ണൂരിൽ നിന്നും. ബിജീഷ്, എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തിയത്? ഇതിനകത്ത് തലശ്ശേരി സ്വദേശിയായ വനിതാ ഡോക്ടറെ തട്ടി ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഉള്ള തട്ടിപ്പ് നടത്തിയ കേസിലാണ് ഇപ്പോൾ പഞ്ചാബ് സ്വദേശിയായിട്ടുള്ള ജീവൻ റാം എന്ന് പറയുന്ന ആളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കണ്ണൂർ സിറ്റി സൈബർ പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത്. പഞ്ചാബിലുള്ള ലുധിയാനയിലുള്ള ഉൾഗ്രാമത്തിൽ ാണ് ഇയാളെ പോലീസ് അവിടെ ചെന്ന് പിടികൂടി എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. 10.5 ലക്ഷം രൂപയാണ് ഈ ഡോക്ടറിൽ നിന്ന് പലപ്പോഴായി ഈ തട്ടിപ്പ് സംഘം തട്ടിയെടുത്തത്. ഈ ഡോക്ടർക്ക് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് CBI ഉദ്യോഗസ്ഥർ എന്നുള്ള വ്യാജേനയാണ് ഡോക്ടറെ ഈ സംഘം സമീപിക്കുന്നത്. തുടർന്ന് ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യും എന്നുള്ള ഭീഷണി മുഴക്കി. തുടർന്ന് ഡോക്ടറുടെ അക്കൗണ്ടിൽ നിന്ന് വിവിധ അക്കൗണ്ടുകളിലേക്കായി 10.5 ലക്ഷത്തോളം രൂപ ഈ സംഘം വാങ്ങിയെടുത്തു. അത് കഴിഞ്ഞ് ചെക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ജീവൻ റാം എന്ന് പറയുന്ന പ്രതി ഡോക്ടറുടെ പണം വിവിധ അക്കൗണ്ടുകളിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ സൈബർ പോലീസിന് പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയിലാണ് ഇപ്പോൾ ലുധിയാന സ്വദേശിയായിട്ടുള്ള ജീവൻ റാമിനെ കണ്ണൂർ സിറ്റി പോലീസ് പിടികൂടിയിരിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടാവുമല്ലേ ബിജീഷ്? അവരുടെ എന്തെങ്കിലും വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ പോലീസിന്? ഇതിനകത്ത് കൂടുതൽ പ്രതികൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പോലീസ് കരുതുന്നത്. കഴിഞ്ഞ നവംബർ 30-നാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ഇതിനകത്ത് ഈ പണം തട്ടിയെടുത്തത് ജീവൻ റാം ഒറ്റക്കാണ് എന്ന് പോലീസ് കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ജീവൻ റാമിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടിയാൽ തുടരന്വേഷണം ഉണ്ടാകും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും 10 ലക്ഷത്തോളം രൂപയാണ് തട്ടിയെടുത്തത്. അതിന്റെ പ്രധാന കണ്ണിയാണ് ജീവൻ റാം എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ബിജീഷ് ഗോവിന്ദനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.